മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ലക്ഷ്മി, ആദില, നൂറ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും ലക്ഷ്മിയുടെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം മോനെ കാണാൻ വേണ്ടി. ഇന്ന് ജിസേലിന്റെ അമ്മ വന്നപ്പോൾ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ അമ്മേനെ ഓർമ്മ വന്നു. ലക്ഷ്മി പറയുന്നത്, ജിസേലിന്റെ അമ്മയുടെ വേറൊരു വേർഷനാണ് എൻ്റെ അമ്മ. ഞാനാണ് വീട്ടിൽ കാർന്നവർ, ഇതുപോലെയല്ല, വീട്ടുകാരെ ഭരിച്ചു നടക്കുന്നത് ഞാനാണ്. അപ്പോൾ ആദില തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇവിടെ ഭരിച്ചാൽ മരിച്ചു പോകും. ലക്ഷ്മി പറയുന്നത്, ലക്ഷ്മി വയൽക്കാടായി വന്ന സമയത്ത് 2 ദിവസത്തേക്കുള്ള ഒരു ലക്ഷ്മിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ലക്ഷ്മിയുടെ ഒറിജിനൽ ക്യാരക്ടർ. ഇവിടെ ഞാനിപ്പോൾ പലതും കണ്ണടച്ചാ നിൽക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് കരുതി തന്നെയാണ് അതൊക്കെ വിട്ടുകളയുന്നത് എന്ന്. അപ്പോഴാണ് ആദില ലക്ഷ്മിയോട് ചോദിക്കുന്നത്, ലക്ഷ്മിയുടെ മോനെയും കൊണ്ട് ഞങ്ങളോട് സംസാരിപ്പിക്കുമോ? കാരണം ലക്ഷ്മിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ആദിലയുടെയും നൂറയുടെയും സെക്ഷുവാലിറ്റി നോർമലൈസ് ചെയ്യുകയാണ്. ഇത് എൻ്റെ മക്കൾ കാണുന്നതാണ്, അവർ വലുതായി കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്ത് പറയുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും കൊച്ചിനോട് സംസാരിക്കാമോ, അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഇവരോട് സംസാരിപ്പിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ആദില അത് പ്രത്യേകം പറയുന്നുമുണ്ട്, വേണ്ടാത്ത പൊല്ലാപ്പെടുത്ത് തലയിൽ വെക്കണ്ട എന്ന് കരുതിയാണ് ചോദിക്കുന്നത് എന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, എൻ്റെ മോന് നിങ്ങളെ അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. ആദില, നൂറ എന്ന പേര് പോലും എൻ്റെ മോൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോൻ TV കാണില്ലേ? TV കാണില്ലേ എന്ന് ഉദ്ദേശിച്ചത് ബിഗ് ബോസ് കാണില്ലേ എന്നാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, TV കാണും, പക്ഷേ അവൻ ഈ പ്രായത്തിൽ കാണേണ്ട തരത്തിലുള്ള മൂവീസും കാർട്ടൂൺസും മാത്രമാണ് അവനെ കാണിക്കുന്നത്. പിന്നെ എന്നെ കാണണമെന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ ഞാൻ കിച്ചണിൽ നിൽക്കുന്നതും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും മാത്രമേ കാണിക്കാറുള്ളൂ. അല്ലാതെ ഇവിടെ നടക്കുന്ന വഴക്കുകളൊന്നും അവനെ കാണിക്കാറില്ല. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന ആ കുറച്ച് കാര്യങ്ങളും കാണിക്കും. പിന്നീട് ലക്ഷ്മി സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. പക്ഷേ അതിന് ആദില ഉത്തരം പറയുന്നത്, ലക്ഷ്മിയുടെ വായിൽ നിന്നും തന്നെയാണോ ഇത് വരുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആദിലയുടെ കയ്യിൽ തന്നെ അടിച്ച് നുള്ളിയൊക്കെ നോക്കുന്നുണ്ട്, അതായത് സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി. ആദിലയുടെ ആ മറുപടി കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞത് ചിലപ്പോൾ മകനോട് മിണ്ടിക്കോ, അല്ലെങ്കിൽ മകൻ മിണ്ടും എന്ന്, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് കുഴപ്പമില്ല എന്നായിരിക്കും. സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷിയാസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു ഹൈപ്പ് വേണമല്ലോ. വയൽക്കാടായിട്ട് ഗെയിം പകുതി ആയപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. അതിനുവേണ്ടി ലക്ഷ്മി ഉപയോഗിച്ചതാണ് ആദിലയും നൂറയെയും അവരുടെ സെക്ഷുവാലിറ്റിയെയും ഒക്കെ. എന്തായാലും ലക്ഷ്മിയുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഹൈപ്പായി. ലക്ഷ്മി അത്യാവശ്യം പോപ്പുലറുമായി. അല്ലാതെ ലക്ഷ്മിക്ക് ആദിലയോടും നൂറയോടും അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിയോടൊന്നും പ്രത്യേകിച്ചൊരു ദേഷ്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി അവരെ ടാർഗറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.